ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു പീസ്ഫുൾ ആൻഡ് ക്ലൗഡി ആയിട്ടുള്ളൊരു മോർണിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പുറത്ത് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ നല്ല തണുത്ത കാറ്റും എന്താ പറയുക ഒരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു. മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം പെയ്യില്ല എന്നൊരു ഒരു രീതിയിലാണ് കാലാവസ്ഥയുടെ ഒരിത്. അപ്പോൾ രാവിലെ ഇന്ന് ചായന് ജോലിക്ക് പോകണ്ട, മോൾക്ക് മാത്രം പോയാൽ മതി. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് തന്നെ. എഴുന്നേറ്റ പാടെ പുറത്ത് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് സമയം കാറ്റൊക്കെ കൊണ്ട് പിന്നെ പൂച്ചകളൊക്കെ ഇങ്ങനെ പൂച്ചകളെയൊക്കെ നോക്കിയിട്ട് നിന്നു. കാരണം അവർ ഞങ്ങളിങ്ങനെ കതക് തുറക്കുന്ന സൗണ്ട് ഒന്നുകിൽ ഫ്രണ്ടിൽ കതക് അല്ലെങ്കിൽ ബാക്കിൽ അടുക്കള വശത്തെ കതക് തുറക്കുന്ന സൗണ്ട് കേട്ടാൽ മതി, അപ്പോൾ തന്നെ രണ്ടുപേരും ഹാജരാകും. എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ മിയാവ് മിയാവ് എന്ന് വിളിച്ചിരിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് അകത്തോട്ട് കയറി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇന്ന് രാവിലെ അരിപ്പൊടി വെച്ചിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. രാവിലെ തന്നെ മോനെ എഴുന്നേൽക്കും, ഞങ്ങളുടെ കൂടെ എഴുന്നേൽക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ എഴുന്നേറ്റില്ലെങ്കിൽ അവൻ നേരത്തെ എഴുന്നേൽക്കും. കാരണം അവന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാണ്. അപ്പോൾ രാവിലെ തന്നെ അവന് പുട്ടുണ്ടാക്കി മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കറികളായിട്ട് പ്രത്യേകിച്ചൊന്നും വെക്കുന്നില്ല. രാവിലെ ഇന്നലത്തെ കുറച്ച് മീൻ ഇരിപ്പുണ്ട്, അതപ്പം ഞങ്ങൾക്ക് അത് മതിയാവും. പിന്നെ എന്തെങ്കിലും തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ മതി. മോൾക്ക് എന്തായാലും മീൻകറി കൊടുത്തേക്കത്തില്ല. അപ്പോൾ അവൾക്ക് ഒരു ചെറിയ പുലാവ് പോലെ തട്ടിക്കൂട്ടാന്നിരിക്കുകയാണ്. വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർത്തിട്ട് എന്താ പറയുക ഒരു മുട്ടയൊക്കെ ചേർത്തിട്ട് സാധാരണ റൈസിൽ ഒരു ചെറിയ പുലാവ് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് അപ്പോൾ കഴിക്കാനൊരു അത്യാവശ്യം ചെറിയൊരു എരിവും പിന്നെ എന്ത് പറയാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. വലിയ എരിവും ഇല്ലാത്ത രീതിയിൽ പച്ചമുളക് ചേർക്കുന്നില്ല. നെയ്യ് ചേർത്തിട്ട് കുറച്ച് ജീരകം ചേർത്തിട്ട് അതിലേക്ക് ഈ വെജിറ്റബിൾസ് ചേർത്ത് അത് മുട്ടയൊക്കെ ചിക്കി പൊരിച്ചിട്ട് കുറച്ച് കുരുമുളക് ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള ചോറും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൈസ് റെഡിയായി കഴിയും. അപ്പോൾ ഈ ഒരു ട്രൈപ്ലയുടെ ഈ ഒരു ഫ്രൈങ് പാനും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. 600 സംതിങ് ആണ്. നല്ലൊരു പാത്രമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാണ്. ക്ലാസിക് എസെൻഷ്യൽ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ് മേടിച്ചത്. ഇതിൻ്റെ തന്നെ ഒരു കടായിയും എനിക്കുണ്ട്, അതും 600 സംതിങ്ങിന് തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും നല്ല പാത്രമാണ്. ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ എനിക്കിങ്ങനെ അധികം സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ലിങ്ക് കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തായാലും രാവിലെ ചോറ് ഏകദേശം ചോറൊക്കെ റെഡിയായി, ചോറിൻ്റെ കൂട്ടും റെഡിയായി കഴിഞ്ഞു. ഇനി ചോറ് ചേർത്ത് ഒന്ന് കിണ്ടി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതും റെഡിയായി കഴിഞ്ഞു. പുട്ടും റെഡിയായി. ഇന്ന് 2 പേർക്കും പോകണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് കിടന്നുറങ്ങി ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അത് കഴിഞ്ഞിട്ട് ഇനി മോളെ ഒന്ന് ഒരുക്കണം, വിടണം, അത്രയേ ഉള്ളൂ. 2 പേരും പോകുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ലേറ്റായിട്ട് എഴുന്നേൽക്കാനും പറ്റില്ല. എഴുന്നേറ്റാൽ തന്നെ എന്ത് പറയുന്നത് എല്ലാ വീടുകളെ പോലെയും ഒരു ഓട്ടപ്പാച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇച്ചായൻ ഒരു 7, 7:30, 8 മണിക്കകത്ത് പോകും. മോൾക്ക് 8 മണി എന്ന് പറയുമ്പോഴത്തേക്ക് 7:55 ആകുമ്പോൾ ഞങ്ങൾക്ക് ബസ് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് വരുന്നത്, അവിടെ പോയി നിൽക്കണം. പോകുന്ന കൂട്ടത്തിൽ തന്നെ അല്ലുവിനെയും കൊണ്ടുപോകണം, മോളെയും വിളിച്ചിട്ട് പോകുന്ന സമയത്ത്. കാരണം വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനും പറ്റത്തില്ല. അവനതൊരു സന്തോഷമാണ്. അപ്പോൾ കാരണം ആളെപ്പോഴും അങ്ങനെ പുറത്തിറങ്ങുന്നതല്ലല്ലോ. അപ്പം അതുവരെ ഇങ്ങനെ പോയിട്ട് ഭയങ്കര കളിയും ചെയ്യും ഉല്ലസിച്ച് ഹാപ്പി ആയിട്ടാണ് പോയിട്ട് വരുന്നത്. എന്തു പറയാൻ ബട്ടർഫ്ലൈ പോലെയാണ് അവനിങ്ങനെ തുള്ളിച്ചാടി എന്താ പറയാൻ ആരെങ്കിലുമൊക്കെ വഴി കണ്ടു കഴിഞ്ഞാൽ അവരോടൊക്കെ കാര്യം പറഞ്ഞ് ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സങ്കടമാണ്. അപ്പോൾ അവനെ എപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്, അമ്മ നീനി നീനിന്ന്. നീനിന്ന് വിളിക്കുന്നത് മോളെയാണ്, അവളുടെ പേര് നീനു എന്നാണ്. നീനി എന്നാണ് അവൻ വിളിക്കുന്നത്, ചേച്ചിന്ന് അങ്ങനെ വിളിക്കാറേ ഇല്ല. പറഞ്ഞു കൊടുത്താൽ വല്ലപ്പോഴും വിളിക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതുപോലെ ഹാപ്പി ആയിട്ട് പോവുകയാണ്. ഇനി തിരിച്ചു വരുമ്പോൾ കുറച്ച് ഒരു ദുഃഖം ഉണ്ടാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ബസ്സിന് വേണ്ടി നിൽക്കുകയാണ്. ഇന്ന് എന്താണെന്നറിയില്ല, ബസ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. ഇത്രയും സമയമായിട്ട് 8 മണി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യണം. താങ്ക്